ിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 3 വാരാഹി പൂജയിലെ മന്ത്രമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒട്ടനവധി ആവശ്യങ്ങളും ഉന്നയിച്ചിട്ട് കുറേ കമൻറ്റുകൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം, ആരെയും ഫോഴ്സൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതായത് അവരവർക്ക് ആ ഒരു ബ്ലെസ്സിങ് കിട്ടുമ്പോൾ മാത്രമേ ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? വരാഹി അമ്മയുടെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടും. അത്രയും പവർഫുള്ളാണ് ആ മന്ത്രം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഒരു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് തന്നെ ഈ ഒരു ചാനലിൽ വരാൻ കാര്യം തന്നെ പല കാര്യങ്ങളും അവർക്ക് നടന്നിട്ടുണ്ട്. ഞാനുൾപ്പെടെ വാരാഹി അമ്മയുടെ ആരാധികയാണ്. അതെങ്കിൽ അത്രയും ഭക്തയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ദേവി അങ്ങോട്ട് നമുക്ക് തരും. അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറയുന്നില്ല എപ്പോഴും നമ്മുടെ ലൈഫിൽ സന്തോഷം മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും, അല്ലേ? സന്തോഷം ഉണ്ടായിരിക്കും, സങ്കടം ഉണ്ടായിരിക്കും. സങ്കടമുള്ള സമയത്ത് നമ്മൾ ദൈവത്തെ വിളിക്കുക, അതേപോലെ സന്തോഷമുള്ള സമയത്തും ഒരുപോലെ ആയിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തിനെ. ദേവിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് നമ്മൾ ദേവിയുടെ അത്രയും പ്രിയങ്കരിയാവണം, അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഭക്തിയായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമല്ല വേണ്ടത്, നല്ല പ്രവൃത്തികൾ, നല്ല ചിന്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, പലരും എന്നോട് ചോദിച്ചിരുന്നു ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഈ പീരീഡ്സുള്ള സമയത്തൊക്കെ ജപിക്കാമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് പീരീഡ്സുള്ള സമയത്ത് ജപിക്കാം. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ പൂജകളിലൊന്നും ഉൾപ്പെടില്ല. പക്ഷേ നമ്മൾ ഉൾപ്പെടാറില്ലല്ലോ സാധാരണ. പീരീഡ്സുള്ള സമയത്ത് നമ്മൾ വളരെ ശുദ്ധമായിരിക്കും, നമ്മൾ ഒരിക്കലും പൂജകളിലൊന്നും ഏർപ്പെടാറില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നുള്ള രീതികളും കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു എന്താണെന്നുള്ളത് ഇങ്ങനെ എടുത്ത് ഡീറ്റെയിലായിട്ട് പറയാം. ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കുടുംബ ഐശ്വര്യം, അതുപോലെ തന്നെ നമ്മൾ സന്താനാലബ്ധി, പിന്നെ കലഹം ഉണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആവും, അല്ലേ? അപ്പോൾ കലഹം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്, അല്ലേ? അതിൽ അവസാനിക്കുക. അപ്പോൾ അത് ഒഴിവാക്കാനും നല്ല രീതിയിൽ സാമ്പത്തികം വന്നു ചേരുവാനും തൊഴിലവധി, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുള്ള ഒരു പ്രത്യേകതരം വാരാഹി മന്ത്രമാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം ചൊല്ലുക തന്നെ വേണം. വാരാഹി മന്ത്രം ഒരിക്കലും അത് ഉച്ചരിക്കുമ്പോൾ പോലും, ആ ഒരു മന്ത്രജപം പറയുമ്പോൾ പോലും വളരെ ക്ലിയർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുകയും വേണം. അല്ലാതെ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ വാരാഹി മന്ത്രം എന്നല്ല, ഏതൊരു പ്രാർത്ഥനയായാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം നമ്മൾ ഒരിക്കലും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദൈവത്തെ കാണരുത്. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം ഒരിക്കലും പ്രാർത്ഥിക്കരുത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളെ സൃഷ്ടിച്ച ദൈവം, അതിനെ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുക, ഇഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ ഏതാ മന്ത്രം എന്നുള്ളത് ഞാൻ പറയാം. ഇത് 101 തവണ നിങ്ങൾക്ക് ജപിക്കാം, അല്ലെങ്കിൽ 101 തവണ നിങ്ങൾക്ക് എഴുതി മാലയാക്കിയിട്ട് അടുത്തുള്ള വാരാഹി ക്ഷേത്രത്തിൽ കൊടുക്കാം. ഇനി അഥവാ പറ്റിയില്ല, നിങ്ങൾ ദൂരെയാണ്, അത് പറ്റുന്നില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കത് നിങ്ങളുടെ പൂജാമുറിയിൽ സേഫായിട്ട് സൂക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ടുള്ള നല്ല ശുദ്ധമായ ഒരു പ്ലേസിൽ, വൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾക്കത് സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയാം. നിങ്ങൾ രാത്രി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. അത് ഞാൻ പറയാൻ കാര്യം, വാരാഹി പ്രാർത്ഥനയെല്ലാം രാത്രി ഒരു മിഡ്നൈറ്റ് ജപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാര്യം ആ ഒരു സമയത്താണ് ദേവിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് വർഷിക്കുന്നത്. വളരെ
പ്രത്യേകതയുള്ള മന്ത്രമാണ്. അതുപോലെ ദേവിയുടെ ബ്ലെസ്സിങ്സും കണ്ണടച്ച് തുറക്കും മുന്നേ നമുക്ക് കിട്ടും കേട്ടോ. ഓം വരാഹവദനായ നമഃ. 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 ഓം വരാഹവദനായ നമഃ.